അപ്പോൾ നമുക്ക് ഇൻട്രാഡേ മാർക്കറ്റിംഗ് സെറ്റപ്പ് നോക്കിയാലോ. അതുപോലെ ഇൻട്രാഡേ പഠിക്കാനായി ഇന്നത്തെ എന്റെ ട്രേഡ് സെറ്റപ്പും കൂടി നോക്കാം. അപ്പോൾ ഞാൻ ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അടുത്ത വീഡിയോ മിസ്സാവണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളൂ. ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഇൻട്രാഡേ സ്കാനറിലും സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ രാവിലെ തന്നെ കുറെ പറ്റിയ ഓപ്പർച്യൂണിറ്റി നോക്കിയിരുന്നു. പക്ഷെ കണ്ട സ്റ്റോക്കെല്ലാം എന്റെ സെറ്റപ്പിന് ഭാഗത്തുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്തിനാണെന്ന് അറിയില്ല, ഞാൻ ഇന്ന് എടുത്തത് ന്യൂജൻ ആയിരുന്നു. ഒരാവശ്യമില്ലാതെ എന്റെ SL അടിച്ചു. ഞാൻ സാധാരണ ഫ്രൈഡേ ട്രേഡ്സ് ഒഴിവാക്കാറുണ്ട്. കാരണം പലതാണ്. മെയിൻ കാരണം ഞാൻ ഒരുപാട് കൊല്ലങ്ങളുടെ ഡേറ്റ അനലൈസ് ചെയ്തതിൽ നിന്ന് ഫ്രൈഡേ ആണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അപ്സൈഡ് പെർഫോമൻസ് കണ്ടത്. അതുപോലെ എന്റെ ലോസ് ട്രേഡുകൾ നോക്കിയാലും എനിക്കറിയാം ഏറ്റവും കൂടുതൽ അത് ഫ്രൈഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ എന്റെ മനസ്സും പറഞ്ഞു ഇന്ന് ട്രേഡ് വേണ്ടെന്ന്. പക്ഷെ ഞാൻ എന്തിനോ വേണ്ടി ട്രേഡ് എടുത്തു. SL വന്നപ്പോൾ തന്നെ അത് ആക്സെപ്റ്റും ചെയ്തു. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ഈ ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. ഈ ചാർട്ട് കണ്ടാ അറിയാം ഇൻട്രാഡേ സ്മാർട്ട് മണി പമ്പ് ആക്റ്റീവ് അല്ല. അതുപോലെ തന്നെ സ്മാർട്ട് മണി പോലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിട്ടും എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുത്തി വെച്ച ഒരു മിസ്റ്റേക്കാണ്. പ്രോ ലെവൽ വെച്ചുള്ള എന്റെ SL വളരെ ചെറുതായതുകൊണ്ട് മാത്രം എന്റെ ഡാമേജ് മിനിമലാണ്. സാധാരണ എത്ര വീക്ക് ഡേ ആണെങ്കിലും സ്മാർട്ട് മണി ഇതുപോലെ ആക്റ്റീവ് ആണെങ്കിൽ ഒരു മിനിമം മൂവ് നമുക്ക് ആ ദിവസം കിട്ടും. ഞാൻ എക്സിറ്റ് എടുത്ത ശേഷം കാണാം ഒരു ഡംപ് ഇൻഡിക്കേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു സിസ്റ്റമാറ്റിക് അല്ലാണ്ട് ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് അല്ല എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എത്ര വലിയ ലോസ് ഒരു ട്രേഡർക്ക് വരാമെന്ന്. കാരണം ഈ ഡംപ് ഇൻഡിക്കേഷൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഫോള് പിന്നീട് വരുന്ന ആർക്ക് പറയാൻ പറ്റും? കാരണം ഈ ഒരു ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചാർട്ട് വ്യൂ ഇങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.